എല്ലാവർക്കും നമസ്കാരം. ഞാൻ Dr.Renjith Raj. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ബിസിനസ് എങ്ങനെയായിരിക്കണം കസ്റ്റമേഴ്സിൻ്റെ ബേണിംഗ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ശക്തമായ പ്രശ്നങ്ങൾ കണ്ടെത്തുകയും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത്. കാരണം നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമാണ്, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് കസ്റ്റമേഴ്സിൻ്റെ സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടെത്തുകയും അതിനുള്ള പരിഹാരം കൊണ്ടുവരികയും ചെയ്യുമ്പോഴാണ് ആ ബിസിനസ്സിന് വിജയ സാധ്യത ഉള്ളതെന്നൊക്കെ. ശരിയാണ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം നമ്മളിന്ന് സംസാരിക്കുന്ന ടോപ്പിക് തന്നെ ഹാസിൽ പ്രീമിയം എന്നുള്ളതാണ്. ഹാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ അഥവാ എന്തെങ്കിലും ഒരു ബേണിംഗ് പ്രോബ്ലം, കസ്റ്റമേഴ്സിൻ്റെ ശക്തമായിട്ടുള്ള പ്രശ്നങ്ങൾ, അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയാണ് ഹാസിൽ എന്ന് വിളിക്കുന്നത്. പ്രീമിയം എന്ന് പറയുമ്പോൾ ഒരു ഗെയിൻ, പ്രോഫിറ്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെയാണ് പ്രീമിയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹാസിൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ കണ്ടെത്തി പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കൊടുത്ത് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് ഹാസിൽ പ്രീമിയം. അപ്പോൾ എങ്ങനെ ഒരു ബിസിനസ്സിന് ഹാസിൽ പ്രീമിയം കണ്ടെത്താൻ സാധിക്കും? കാരണം ബിഗ്ഗർ ദ ഹാസിൽ സോൾവ്ഡ് ദ ബിഗ്ഗർ ദ പ്രീമിയം എന്നാണ് പറയുന്നത്. അതായത് പ്രശ്നങ്ങൾ വലുതാണെങ്കിൽ അതിനനുസരിച്ച് വലിയ വരുമാനം കണ്ടെത്താനും സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ. വലിയ സർജറികളൊക്കെ വേണ്ടി വരുമ്പോൾ നമുക്കറിയാം വലിയ എക്സ്പെൻസീവ് ആണ്. എന്തുകൊണ്ടാണ്? ജീവൻ നിലനിർത്താൻ അത് ആവശ്യമായതുകൊണ്ട് അതിന് വലിയ പൈസ മുടക്കാൻ ആളുകൾ തയ്യാറാണ്. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിലും പലപ്പോഴും സംഭവിക്കുന്നത്. ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ പൈസ കൊടുക്കേണ്ടതായി വരും. അപ്പോൾ സാധാരണ ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ ഹാസിൽ പ്രീമിയം കണ്ടെത്താനുള്ള ഒരു 10 ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 10 ഉദാഹരണങ്ങൾ എന്ന് പറയുമ്പോൾ 10 ചാൻസസ് ആണ് നല്ല പ്രീമിയം കിട്ടാനായിട്ട്. ഇതിൽ എന്തൊക്കെ നിങ്ങൾക്ക് സാധ്യമാണെന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യം, ടേക്സ് ടു മച്ച് ടൈം ടു കംപ്ലീറ്റ്. അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് എന്താണെന്ന് കണ്ടെത്തുക. അതായത് കൂടുതൽ സമയം കസ്റ്റമറുടെ എടുക്കുന്ന എന്തൊക്കെ ആവശ്യങ്ങൾ വരുന്നു. കാരണം കസ്റ്റമേഴ്സ് എല്ലാം എന്ന് ചിന്തിക്കുന്നത് സമയം ലാഭിക്കുക. ഒന്നിനും സമയമില്ലാത്ത അവസ്ഥയാണ് ആളുകൾക്ക്. അപ്പോൾ സമയം ലാഭിക്കാൻ സാധിക്കുന്ന എന്ത് പ്രൊഡക്റ്റോ സർവീസോ ആളുകൾ സ്വീകരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് രംഗം തന്നെ നോക്കുക. magicbricks.com, 99acres.com ഒക്കെ എന്താ ചെയ്തത്? ഇന്നൊരു പ്രോപ്പർട്ടി ബൈ ചെയ്യുക, റെൻ്റലിന് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ 95% ഫിൽട്രേഷൻ നടത്താൻ ഇവരൊക്കെ സഹായിക്കുന്നുണ്ട് ഓൺലൈനിൽ കൂടി തന്നെ. അപ്പോൾ ഒരാളൊരു സ്ഥലം വാങ്ങാൻ അത് അന്വേഷിച്ച് നടക്കുമ്പോൾ സമയം ലാഭിക്കുക എന്നുള്ളതായിരുന്നു ഇവർ പ്രധാനമായിട്ടും കൊണ്ടുവന്നത്. അല്ലെങ്കിൽ lenskart.com നോക്കുക. അവരിന്ന് ശരിക്കും ഐ ടെസ്റ്റിങ്ങിന് വേണ്ടിയുള്ള ഹോം സർവീസസ് ചെയ്യുന്നുണ്ട്. അവരുടെ ഏജൻറ്റ് വീടുകളിൽ വരികയും നമ്മുടെ ഐസ് ടെസ്റ്റ് ചെയ്യുകയും എന്നിട്ട് അതിൻ്റെ സ്പെക്സിൻ്റെ ഡിസൈനുകൾ കാണിക്കുകയും ചെയ്ത് അതിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അല്ലെങ്കിൽ അവർ ടെക്നോളജിയുടെ സഹായം കൊണ്ട് തന്നെ അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമ്മളുടെ മുഖത്തിന് അനുയോജ്യമായ സ്പെക്സ് കണ്ടെത്തി തരുന്നതിനുള്ള സഹായം ചെയ്യണം. അപ്പോൾ ഇവിടെയൊക്കെ സമയം ലാഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ സ്ഥാപനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. രണ്ടാമത്തെ കാര്യം, റെഡ്യൂസ് യുവർ കസ്റ്റമർ എഫേർട്ട്. കസ്റ്റമറുടെ എഫേർട്ടിനെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റും? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ റെയിൽവേ തന്നെ, ഇന്ത്യൻ റെയിൽവേ തന്നെ ചെയ്തത് എന്താണെന്ന് നോക്കാം. പണ്ട് ഒരുപാട് സമയം ആളുകൾക്ക് പോയി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ വരി നിൽക്കണമായിരുന്നു. ഇവിടെയാണ് IRCTC ടിക്കറ്റ് ബുക്കിംഗ് സിസ്റ്റം വന്നത്. അപ്പോൾ അതിലൂടെ ആ ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾക്ക് നേരത്തെ ബുക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റി കൊണ്ടുവന്ന് ആളുകളെ അവരുടെ കസ്റ്റമർ എഫേർട്ടിനെ കുറയ്ക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ ടാക്സി സർവീസിൽ ഇവിടെ ഓലയും ഊബറും എല്ലാം ചെയ്തതും അത് തന്നെയല്ലേ. ഒരു ടാക്സി വിളിക്കുക, അതിന് കാത്തു നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് ആളുകൾക്ക് ഈസിനെസ് കൊണ്ടുവന്നു, അവരുടെ എഫേർട്ടിനെ കുറച്ചു. 3, റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി, അൺസർട്ടനിറ്റി ഓർ കൺഫ്യൂഷൻ. ആളുകൾക്ക് ഭയങ്കര സങ്കീർണമായ, ആശങ്കയുള്ള അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അവിടെയാണ് ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ ഉള്ള സ്കോപ്പ് ഇരിക്കുന്നത്. കാരണം പല ചോയ്സുകളും വെറൈറ്റികളും ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലുള്ളതുകൊണ്ട് കസ്റ്റമർ കൺഫ്യൂസ്ഡ് ആണ്. ഭയങ്കര ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര ചിന്തയാണ്. അയ്യോ ഇത് തെറ്റിപ്പോവോ, അങ്ങനെയാണോ, ഇതെന്തായി മാറും എന്നൊക്കെ ഉള്ള ആശങ്കകൾ. ഇപ്പോൾ പോളിസി ബസാറൊക്കെ അതിനുള്ളൊരു ഉദാഹരണമാണ്. അവർ പൊസിഷൻ ചെയ്തതും അങ്ങനെയാണ്. കാരണം ഇന്നൊരു ഇൻഷുറൻസ് പോളിസി, അത് മെഡിക്ലെയിം ആവട്ടെ, ലൈക്ക് മറ്റുള്ള ഏതെങ്കിലും തരം ഇൻഷുറൻസ് ആവട്ടെ, മോട്ടോർ ഇൻഷുറൻസ് ആവട്ടെ, നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ആവട്ടെ, ഇതിൻ്റെ എല്ലാ കമ്പനികളുടെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും അല്ലെങ്കിൽ അവരുടെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജും ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഏത് വേണമെങ്കിലും നോക്കി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന രീതിയിലൊരു പോളിസി ബസാർ തന്നെ അവർ കൊണ്ടുവന്നു. അപ്പോൾ ഈ കമ്പാരിസണായിരുന്നു നമ്മളെ ചിലപ്പോൾ ഏറ്റവും എളുപ്പമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതൊരു ഉദാഹരണമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സാധ്യത കണ്ടെത്തിയാൽ ബിസിനസ്സിനുള്ള സ്കോപ്പ്. 4ാമത്തെ കാര്യം, ക്യാൻ യു റെഡ്യൂസ് ദ പ്രൈസ് ടു മച്ച്. വില ഒരുപാട് കുറച്ച് വിൽക്കാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ അതൊരു ഹാസിൽ പ്രീമിയം നേടാനുള്ള ചാൻസാണ്. അതായത് മറ്റുള്ള നമ്മുടെ കോമ്പീറ്റ് ചെയ്യുന്ന ആളുകൾ അവർ ചിലപ്പോൾ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നോക്കുക. അവർ ചിലപ്പോൾ ഹോൾസെയിലർ, റീറ്റെയിലർ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ, അവിടെ നിന്ന് ഹോൾസെയിലർ, റീറ്റെയിലർ, ഇങ്ങനെ പല കണ്ണുകൾ വഴിയായിരിക്കും പോണത്. ഇതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഷവോമി പോലുള്ള ഫോണുകളൊക്കെ വന്നപ്പോൾ അവരെന്താ ചെയ്തത്?
ഡയറക്റ്റ്ലി ഇന്ത്യയിലത്തെ ഒരു പ്രൈസ് സെൻസിറ്റീവ് മാർക്കറ്റിനെയാണ് അവർ നോക്കിയത്. ഓൺലൈനിൽ കൂടെ സെല്ല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ഇന്നൊരു ചാനലിൽ കൂടെ സെല്ല് ചെയ്യുന്നു. ചാനലുകൾ കുറച്ചുകൊണ്ട് അതായത് നല്ല ഫീച്ചേഴ്സുള്ള ഫോണുകൾ ലോ പ്രൈസിന് കൊണ്ടുവന്ന് മാർക്കറ്റ് പിടിച്ചെടുക്കാൻ ഒരു പരിധി വരെ അവർക്ക് സാധിച്ചു. അതുപോലെ ഓയോ ഹോട്ടൽസ് എന്താ ചെയ്തത്, ഭയങ്കര എക്സ്പെൻസീവായിട്ടുള്ള 4 സ്റ്റാർ ഹോട്ടൽ ഫെസിലിറ്റി ഉള്ള റൂമുകൾ പലപ്പോഴും 1 സ്റ്റാറോ 2 സ്റ്റാറിൻ്റെയോ റേറ്റിൽ കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. 4000 രൂപയുടെ ഒരു റൂം ചിലപ്പോൾ 1800-2000 രൂപയ്ക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നാണ് ഓയോ അവരുടെ മാർക്കറ്റ് പിടിച്ചെടുത്തത്. ഇനി അഞ്ചാമത്തെ കാര്യം, റെഡ്യൂസ് അൺസർട്ടനിറ്റി വിത്ത് പ്രയർ എക്സ്പീരിയൻസ്. പ്രയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്താ, ആളുകൾക്ക് പലപ്പോഴും അൺസർട്ടനിറ്റി, ആശങ്കകളുള്ള പല കാര്യങ്ങളും മുൻകൂട്ടി അവരെ എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ പറ്റുവാണ്. അത് ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. സാധാരണ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വെഡ്ഡിങ് ഓർഗനൈസേഴ്സിനെ അല്ലെങ്കിൽ വെഡ്ഡിങ് പ്ലാനേഴ്സിനെയൊക്കെ വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമുക്കൊരു ചടങ്ങുണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഡെക്കറേഷൻ, സ്റ്റേജ്, ലൈറ്റിങ്, ഇത് എല്ലാം നന്നാകുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഇവരൊക്കെ ചെയ്യുന്നത് എന്താ, മുമ്പൊക്കെ അവർ ഈ ലിസ്റ്റുമായിട്ട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇന്നിപ്പോൾ വെർച്വൽ റിയാലിറ്റി പോലുള്ള കോൺസെപ്റ്റുകളൊക്കെ വെച്ച് എങ്ങനെയായിരിക്കും നമ്മുടെ ചടങ്ങെന്ന് വരെ നേരത്തെ കാണിച്ചു തന്ന് നമ്മുടെ ആശങ്കകളെ അവർ ഒഴിവാക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് റിയൽ എസ്റ്റേറ്റ് രംഗത്തുള്ളവരും 3D ആനിമേഷനും വെർച്വൽ റിയാലിറ്റിയൊക്കെ ഉപയോഗിച്ച് ഒരു ഫ്ലാറ്റ് ആണെങ്കിൽ അത് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഫെസിലിറ്റി എങ്ങനെയായിരിക്കും എന്ന് വരെ ബോധ്യപ്പെടുത്തിയാണ് കസ്റ്റമറെ അടുത്ത് സെല്ല് ചെയ്യണത്. അപ്പോൾ ഇവിടെയാണ് അൺസർട്ടനിറ്റീനെ പ്രയർ എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്ന അവസ്ഥ. ആറാമത്തെ കാര്യം, ഫോക്കസ് ഓൺ പ്രയോറിറ്റിയാണ്. എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് പ്രയോറിറ്റികളുണ്ട്. അതിൽ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്താണെന്ന് കണ്ടെത്തിയിട്ട് ആ പ്രയോറിറ്റിയിൽ അവരെ ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന രൂപത്തിൽ മറ്റ് പല പ്രയോറിറ്റികളും നമ്മൾ ഏറ്റെടുക്കുക, ബിസിനസ്സുകാരെ ഏറ്റെടുക്കുക. ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ കമ്പനി നോക്കുക, അവർ ഫോണൊന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ചൈനീസ് കമ്പനിയായ ഫോക്സ്കോണാണ് അവർക്ക് വേണ്ടി മാനുഫാക്ചർ ചെയ്യണത്. പക്ഷേ ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത് എന്തില്ല, അതിൻ്റെ R&D, മാർക്കറ്റിംഗ്, സെയിൽസ്, ഡിസൈൻ, ഇന്നോവേഷൻ. അപ്പോൾ ഒരു കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണമെന്നില്ല. ചില കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാവുന്ന ആൾക്കാർ നമ്മുടെ മുമ്പിൽ ആ സർവീസുമായിട്ട് വന്നാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കൂട്ടം കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ ചെന്ന് പറയുകയാണ്, ഞങ്ങൾ മികച്ച ഉൽപ്പന്നം ഉണ്ടാക്കി തരാം, നിങ്ങൾ ഭംഗിയായിട്ട് മാർക്കറ്റ് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉപയോഗിച്ച് നിങ്ങൾ വോളിയം ചെയ്തോ എന്ന് പറയുന്ന ആളുകളുമായിട്ട് ടൈപ്പുകൾ ഉണ്ടാക്കാനുള്ള ചാൻസാണ് ഫോക്കസ് ഓൺ പ്രയോറിറ്റി വഴി പറഞ്ഞത്. ഏഴാമത്തെ കാര്യം, ഫൈൻഡിങ് സ്പെഷ്യൽ സ്കിൽഡ് സർവീസ്. ചില സ്പെഷ്യൽ സ്കിൽ സർവീസ് ഏത് കസ്റ്റമറും ആഗ്രഹിക്കുന്നതാണ്. കസ്റ്റമേഴ്സിന് എല്ലാ കാര്യങ്ങൾക്കുള്ള കപ്പാസിറ്റി ഉണ്ടാവണമെന്നില്ല. ഉദാഹരണത്തിന് കാർപ്പൻ്ററിൻ്റെ, പ്ലംബറിൻ്റെ, ഇലക്ട്രീഷ്യൻ്റെ, ബ്യൂട്ടി പാർലറിൻ്റെ, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും ഇന്ന് വേറെ പലരെയും ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്തരം സർവീസുകളുമായിട്ടാണ് അർബൻ കമ്പനി പോലുള്ള ഇന്ത്യയിലെ ഒരു ലാർജസ്റ്റ് സർവീസ് മാർക്കറ്റ് പ്ലേസ് വന്നത്. ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് എന്ത് സ്കിൽഡ് സർവീസും വളരെ എളുപ്പത്തിന് നമുക്ക് ലഭിക്കുമെന്നുള്ളത്. അതായത് നമ്മളിപ്പോൾ ഒരു സ്കിൽഡ് മാൻ പവറിൻ്റെ ആവശ്യം വന്നാൽ 2 മണിക്കൂറിനുള്ള ആളെ എത്തിക്കിട്ടും എന്നുള്ള രീതിയിലാണ് ഇത്തരം പ്ലാറ്റ്ഫോമുകൾ വന്നത്. അതിൻ്റെ ലോക്കൽ വേർഷനിലുള്ള കമ്പനികൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെ ലഭിക്കുന്ന പ്ലാറ്റ്ഫോമുകൾക്കുള്ള ചാൻസാണ് ഹാസിൽ പ്രീമിയം നേടിയെടുക്കാൻ മറ്റൊരു സഹായം ഉണ്ടാക്കുന്നത്. ഇനി എട്ടാമത്തെ കാര്യം, വെൻഡർ മാനേജ്മെൻറ്റ് സർവീസാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ വളരെ എക്സ്പേർട്ട് ആണെങ്കിലും നമുക്ക് ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ പലതരം വെൻഡേഴ്സിനെ വേണം. ചിലപ്പോൾ എയർ കണ്ടീഷൻ ചെയ്യുന്നവരായിരിക്കും, ഫോട്ടോ ഫ്രെയിം ചെയ്യണം, ഫർണിച്ചർ ചെയ്യണം, പല ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്യണമായിരിക്കും. ഇവിടെയാണ് B2B സർവീസുകൾ ചെയ്യുന്ന വെൻഡേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ വന്നത്. ജസ്റ്റ് ഡയലും സുലേഖ.com, ഇന്ത്യ മാർട്ടും, TradeIndia.com പോലുള്ള പ്ലാറ്റ്ഫോമുകളൊക്കെ ചെയ്യുന്നത് എന്താ, B2B സർവീസുകളാണ്. വെൻഡേഴ്സിനെ കണക്ട് ചെയ്യുന്നു. പല ആവശ്യങ്ങൾക്കും വെൻഡേഴ്സിനെ നോക്കുമ്പോൾ അതിനുള്ള ആളുകളെ കണക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമായി അത് മാറി. ഇനി 9, റിക്വയർഡ് എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ് ഓർ സ്പെഷ്യലൈസ്ഡ് റിസോഴ്സസ്. വലിയ വില കൂടിയ പല എക്യുപ്മെൻറ്റുകളും ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി വാങ്ങേണ്ടതുണ്ടാവില്ല. പക്ഷേ അത് റെൻ്റൽ ചെയ്യുന്ന സർവീസായിരിക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ റിസോഴ്സിനെ കണ്ടെത്തുന്നതായിരിക്കാം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു വീട് പണിയുന്ന സമയത്ത് ചിലപ്പോൾ എർത്ത് മൂവർ, റോഡ് റോളർ, അല്ലെങ്കിൽ ബാക്ക് ലോഡർ, എക്സ്കവേറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവിടെ ആവശ്യം വരും. ഇതാ സമയത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ എക്യുപ്മെൻറ്റ് റെൻറ്റ് സർവീസ് ചെയ്യുന്ന ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പലപ്പോഴും ഇത്തരം, കാരണം ഇത് അല്പം ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ പല എക്സ്പെൻസീവായിട്ടുള്ള മെഷീനറിയാണ്, പക്ഷേ അത് നൽകുന്ന ആളുകളുടെ സേവനം പലപ്പോഴും ആവശ്യമായിട്ട് വരും. അതും ഒരു ഹാസിൽ പ്രീമിയം നേടാൻ സഹായിക്കുന്ന കാര്യമാണ്. ഇനി 10ാമത് അവസാനമായി സംസാരിക്കാനുള്ള ഡെയിലി ഓപ്പറേഷണൽ കൺവീനിയൻസ്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ കൺവീനിയൻസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എന്തെങ്കിലും ഉപാധികൾ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ IIT ഡൽഹിയിലെ സ്റ്റുഡൻസ് ഈ അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത് വളരെ ചർച്ചയ്ക്ക് വിഷയമായ ഒരു കാര്യമായിരുന്നു സ്റ്റാൻഡ് ആൻഡ് പേ ഡിവൈസ് ഫോർ വുമൺ. കാരണം ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ മറ്റുള്ള പബ്ലിക് പ്ലേസുകളിലൊക്കെ പോകുമ്പോൾ ആണുങ്ങളുടെ അത്രയും കംഫർട്ടൊന്നും ആയിരിക്കില്ല ഈ ടോയ്ലറ്റുകളിലൊക്കെ പോകുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അവർക്ക് പീരീഡ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെയുള്ള ഹൈജീനിക് അല്ലാത്ത പ്ലേസിലൊക്കെ പോവുകയും അതുവഴിയുള്ള അസുഖങ്ങളും ഒക്കെ സംഭവിക്കുന്നത്. ഇവിടെയാണ് വെറും 10 രൂപ മുടക്കി ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റാൻഡ് ആൻഡ് പേ ഡിവൈസ് എന്ന് പറയുന്ന ഒരു സാധനം
ഒരു എക്യുപ്മെൻറ്റ് തന്നെ IIT ഡൽഹിക്കാർ ഡെവലപ്പ് ചെയ്തിരുന്നു. ഇത് വളരെ ശ്രദ്ധ ആകർഷിക്കുകയും ഇതിന്ന് ലോകവ്യാപകമായി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റായി മാറുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കൺവീനിയൻസ്, ഡെയിലി കൺവീനിയൻസിനുള്ളൊരു സൊല്യൂഷനാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ വലിയ ബുദ്ധിമുട്ടുകൾ കണ്ടെത്തി ആ ബുദ്ധിമുട്ടുകൾക്കുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നാൽ അവിടെ ഒരു ഹാസിൽ പ്രീമിയം ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലാർജ് പ്രീമിയം, ലാർജ് മാർക്കറ്റ് ഷെയർ ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇൻകൺവീനിയൻസ് കണ്ടെത്തിയാൽ സഹായിക്കും. നമ്മളൊരു ലോവർ പ്രൈസിലാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെങ്കിൽ ചിലപ്പോൾ ബിഗ് മാർക്കറ്റ് ഷെയർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹയർ പ്രൈസിലാണെങ്കിൽ ചിലപ്പോൾ ഹൈ മാർജിൻ അല്ലെങ്കിൽ ഹൈ പ്രീമിയം നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കും. എന്തു തന്നെയായാലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ പ്രീമിയം കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ, നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ മുന്നോട്ട് ഡെവലപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആളുകളുടെ വലിയ ഇൻകൺവീനിയൻസുകൾ, ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരിക്കും കണ്ടെത്തുക. ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ കൊണ്ടുവന്നാൽ അത്രയധികം വിജയിക്കാനുള്ള സാധ്യത നമ്മുടെ ബിസിനസ്സിനുണ്ട്. അതിനുള്ള സൊല്യൂഷൻസ് കസ്റ്റമറുടെ പ്രശ്നങ്ങൾക്കുള്ളത് കണ്ടെത്തുക. അതുവഴിയായിരിക്കണം നമ്മുടെ പ്രൊഡക്റ്റും സർവീസും കസ്റ്റമറിലേക്ക് എത്തേണ്ടത്. അവർക്ക് നല്ല എക്സ്പീരിയൻസ് കൊടുക്കുക, നല്ല സപ്പോർട്ട് കൊടുക്കുക, ശക്തമായ ബിസിനസ്സിൽ വളരുക. താങ്ക് യു സോ മച്ച്.